ഇപ്രാവശ്യം ഓണം ഹോളിഡേക്ക് നമ്മൾ ചൂസ് ചെയ്ത സ്പോട്ടായിരുന്നു കൊച്ചി. പക്ഷേ മഴ കാരണം നമ്മളതങ്ങ് ഡ്രോപ്പ് ചെയ്തു. പിന്നെ നമ്മൾ വിചാരിച്ചു ഒരു കാമൻ കോസിയായിട്ട് ഇരിക്കാൻ പറ്റുന്ന പ്ലേസ് ട്രിവാൻഡ്രത്ത് എവിടെയുണ്ടെന്ന് ചിന്തിച്ചപ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വന്നത് കോവളമാണ്. സോ നമ്മൾ വിചാരിച്ചു വൈ നോട്ട് കോവളം. നമ്മൾ എവിടെ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആകെ ശ്രദ്ധിക്കുന്നത് റേഹ കംഫർട്ടബിൾ ആണ് എന്നുള്ളതാണ്. പക്ഷേ എന്താണെന്ന് അറിയത്തില്ല, ഷി വാസ് സോ കംഫർട്ടബിൾ. അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവൾ എല്ലാവരോടും സംസാരിക്കുന്നുണ്ടായിരുന്നു, പുറത്തൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് ലൈക്ക് ഷി വാസ് എൻജോയിങ് ദി ട്രിപ്പ്. ഹായ് എങ്ങനെയാ പറയുന്നത് മാമ? മാമ ഹായ് പറഞ്ഞേ. പ്രഗ്നൻ്റ് ആയിരുന്നപ്പോഴേ നമ്മൾ ഡിസൈഡ് ചെയ്തൊരു കാര്യമാണ് കുഞ്ഞിന് ഫോൺ കൊടുക്കത്തില്ലെന്ന്. പക്ഷേ എങ്കിലും നമ്മൾ കൊടുക്കുമായിരുന്നു. പക്ഷേ എങ്ങനെയാണ് അവൾ സ്വൈപ്പ് ഡൗൺ ചെയ്യാൻ പഠിച്ചതെന്ന് അറിയത്തില്ല. അതാണ് നമ്മൾ ആകെ സർപ്രൈസ്ഡായി. അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷനിലെത്തി. നമ്മൾ ചൂസ് ചെയ്തത് കോവളത്തുള്ള ആദിശക്തിയാണ്. പറയാതിരിക്കാൻ വയ്യ, നല്ല അടിപൊളി പ്രോപ്പർട്ടിയാണ്. ഇത് ചൂസ് ചെയ്തത് എൻ്റെ ബ്രദർ ഇൻ ലോ ആണ്. ലൈക്ക് ബ്രദർ ഇൻ ലോയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹീസ് ഇൻ മാരീഡ് യെറ്റ്, ലൈക്ക് ഹീസ് ഒഫീഷ്യലി ഓൺ മാട്രിമോണി റൈറ്റ്സ് ആപ്ലിക്കേഷൻസ് ഓർ ഓപ്പൺ. ജോക്സ് അപ്പാർട്ട്, നമ്മളെ പ്രോപ്പർട്ടിയെക്കുറിച്ച് പറയാം. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ദിസ് പ്ലേസ് ഇസ് ഓൾ അബൌട്ട് റിലാക്സേഷൻ ആൻഡ് ഗ്രീനറി. നമ്മൾ ചെന്ന് കയറുമ്പോൾ തന്നെ ഒരു എന്തോ പറയുക, ഭയങ്കര ഒരു കംഫർട്ടബിൾ ഫീലാണ്. കാര്യം ഭയങ്കര ഒരു സ്ട്രെസ് എന്നൊക്കെ നമുക്കൊരു ഭയങ്കര ഒരു റിലാക്സേഷൻ കിട്ടുന്ന ഒരു പ്ലേസ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് മാത്രമല്ല, എൻ്റെ ഹസ്ബൻഡിനും ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയ്ക്കും അതുപോലെ തന്നെ ബ്രദറിനും എല്ലാവർക്കും, ഈവൻ റേഹയ്ക്ക് പോലും അങ്ങനെയാണ് തോന്നിയത്. കാരണം റേഹ എല്ലാം ചുറ്റി നടന്നെല്ലാം കാണുന്നുണ്ടായിരുന്നു. ലുക്ക് ഹൗ ഹാപ്പി ഷീ ഈസ്. ഇത് കാണുമ്പോൾ നമുക്കും ഒരു ഭയങ്കര സന്തോഷമാണ്. ഇനി നമുക്ക് റൂമിലോട്ട് പോകാം. അപ്പം റൂമിലോട്ട് പോണ വഴിയാണത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം, ഇത് ഫുള്ളും മരങ്ങളാണ്. ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ട്രീസാണ് ഈ ഒരു പ്രോപ്പർട്ടിക്കകത്തുള്ളത്. ഇപ്പോൾ ഈ മെഡിസിനൽ കുറേ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ റൂമിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ റൂം അത്യാവശ്യം സ്പേഷ്യസ് ആണ്. നമുക്ക് കേർട്ടനൊക്കെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം കാണുന്നൊരു വ്യൂ എന്ന് പറയുന്നത് സീ വ്യൂ ആണ്. അപ്പോൾ നമുക്ക് ദൂരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കടൽ കാണാൻ പറ്റും, കോവളം ബീച്ചൊക്കെ കാണാൻ പറ്റും. റിയ അങ്ങ് എന്താ റിയ കാണുന്നേ? കടലാണോ സീ ആണോ റിയമ്മ? ആണോ റേഹ? റേഹ കടലുണ്ടോ ബാബാ? കോവളത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഡെഫിനറ്റ്ലി ബീച്ച് കാണണമല്ലോ. സോ നമ്മളെല്ലാവരും കൂടെ ബീച്ച് കാണാനായിട്ട് ഇറങ്ങി. പക്ഷെ നമ്മൾ ചൂസ് ചെയ്തൊരു ടൈം എന്ന് പറയുന്നത് ഉച്ച ടൈമിലായിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു. അതുപോലെ മഴ ആയതുകൊണ്ട് കുറച്ച് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ റേഹയ്ക്ക് അത്യാവശ്യം കടൽ ഭയങ്കര പേടിയാണെന്നുള്ളത് ഞാനൊരു വീഡിയോ ഇവിടെ ആഡ് ചെയ്യാം. സോ അതിൽ നിന്നും കണ്ടാൽ മനസ്സിലാവും, നല്ല പേടിയാണ് ആൾക്ക്. വെള്ളത്തിൽ പോലും ആൾ കാല് ചവിട്ടുന്നുണ്ടായിരുന്നു. ആൾക്ക് അത്യാവശ്യം നല്ല പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഫോഴ്സ് ചെയ്യാൻ നിന്നില്ല. അപ്പോൾ നമ്മൾ ദൂരത്ത് നിന്ന് നമ്മൾ കാലൊക്കെ നനയ്ക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. നെക്സ്റ്റ് ഞങ്ങൾ പോയത് കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വില്ലേജിലേക്കാണ്. അത്യാവശ്യം നല്ല ടൈം എടുത്ത് കാണാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട്.
അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിലെത്തി. സോ ഇനി പൂൾ ടൈമാണ്. സുറൈഹ അതിനെ നല്ല റെഡിയായിട്ട് സ്വിമ്മിങ് സൂട്ടൊക്കെ ഇട്ടിരിക്കുവാണ് ആൾക്ക് പൂളിൽ ചാടാനായിട്ട്. ഊഞ്ഞാലി കയറിയോ?